പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ് ഈ വീഡിയോയുടെ ആമുഖമായി നിങ്ങൾ കണ്ടിട്ടുള്ളത്. ദേശാഭിമാനിയുടെ മാധ്യമപ്രവർത്തകനെ ചട്ടം പഠിപ്പിക്കുന്ന വി ഡി സതീശനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വി ഡി സതീശൻ പ്രകോപിതനായി മാധ്യമപ്രവർത്തകനോട് സംസാരിച്ചു എന്ന് ഈ ദൃശ്യം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാനും ആ ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം നിങ്ങളിലേക്ക് എത്തിക്കുവാനുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോയിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പോകുന്നതിന് മുമ്പായി പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങളുടെ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ അകമഴിച്ച് പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതൊക്കെയാണെങ്കിലും വി ഡി സതീശൻ ദേശാഭിമാനിക്കാരനോട് ഈ പത്രസമ്മേളനത്തിൽ എന്ത് പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വർത്തമാനം പറയേണ്ടി വന്നത് എന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പിണറായി വിജയനും CPM-നും ഇടതുമുന്നണിക്കുമുണ്ടായ ദയനീയ പരാജയം ഇതുവരെയും അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു മനോനിലയാണ് കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർക്കുള്ളത്. ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും കാണുവാൻ കഴിയുന്നത് കൈരളി TV-യിലും ദേശാഭിമാനി പത്രത്തിലും റിപ്പോർട്ടർ ചാനലിലും ന്യൂസ് മലയാളം ചാനലിലുമെല്ലാമാണ്. ന്യൂസ് മലയാളത്തിൻ്റെയും റിപ്പോർട്ടറിൻ്റെയും മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷതയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് തങ്ങളുടെ കുത്തിത്തിരിപ്പ് അജണ്ട നടപ്പാക്കുവാൻ ശ്രമിക്കുമ്പോൾ ദേശാഭിമാനിയും കൈരളിയും പച്ചയ്ക്ക് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടും അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും സർക്കാരിൻ്റെ പ്രതിച്ഛായയാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇത്തരം കുത്തിത്തിരിപ്പുകളൊന്നും മലയാളികൾക്കിടയിൽ ചിലവാകുന്നില്ല എന്നതും വസ്തുതയാണ്. എന്നാൽ പലവട്ടം നാണം കെട്ടിട്ടും ഈ പ്രവർത്തന ശൈലിയിൽ നിന്ന് പുറത്തു പോകുവാൻ അല്ലെങ്കിൽ പിന്നോട്ട് പോകുവാൻ ഈ രണ്ട് കൂട്ടരും തയ്യാറായിട്ടില്ല എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഇന്ന് പത്രസമ്മേളനത്തിൽ ഇത്തരമൊരു പ്രതികരണം നടത്തേണ്ടി വന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, ദേശാഭിമാനി എഴുതിയ വാർത്ത എന്താണ്? എന്നെ കൊണ്ട് ഒന്നുകൂടി പറയിപ്പിക്കണമല്ലോ. അല്ല, നിങ്ങൾ പറയാ, അതല്ലേ ചോദിച്ചത്. അതേ ചോദ്യമല്ലേ ഇപ്പൊ ചോദിച്ചത്. വീണ്ടും അത് തന്നെ ചോദിക്കുകയാണോ? ദേശാഭിമാനിയിൽ വന്ന വാർത്ത എന്താ? MSc വരുന്നു വിദേശ നിക്ഷേപവുമായി. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം. എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മറുപടി കേൾക്ക്. എന്നിട്ട് 13,000 കോടി രൂപ വരുന്നു. ഈ MScയുടെ നിക്ഷേപം പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണം എന്ന് വാർത്ത കൊടുത്തിട്ട് അതേ പിണറായി വിജയൻ വന്ന് ഞാനുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് MSc വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇനിയില്ല. നമ്മുടെ കേരളത്തിലെ ഇന്ന് വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിനെതിരെ LDF ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് വിഴിഞ്ഞം ടെർമിനലിലെ വിഴിഞ്ഞം പോർട്ടിലെ അദാനിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം. ഇവിടെ അദാനിയുടെ കൈവശം ഇരിക്കുന്ന ഓഹരികളിലെ 49% ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന സ്ഥാപനത്തിന്, അന്താരാഷ്ട്ര മൾട്ടിനാഷണൽ കമ്പനിക്ക് കൈമാറുവാൻ ആ കമ്പനി അല്ലെങ്കിൽ അദാനി തീരുമാനമെടുക്കുന്നു. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാനായി ഇപ്പോൾ ഇടതുമുന്നണി ഒരു സുവർണാവസരമായി കാണുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ അദാനി കമ്പനിയുടെ ഓഹരി കൈമാറ്റ നീക്കമാണ്. ഇവിടെ അദാനിയുടെ കൈവശമുള്ള ഓഹരികളുടെ 49% അവർ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്കാണ്. 13,000 കോടി രൂപയുടെ ഇടപാടാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഏതൊക്കെയാണെങ്കിലും കേരള സർക്കാരിൽ നിന്ന് ഇത്തരമൊരു ഓഹരി കൈമാറ്റം നടത്തുന്നതിന് മുൻപ് വാങ്ങേണ്ട മുൻകൂർ അനുമതി അദാനി കമ്പനി വാങ്ങിയിട്ടില്ല എന്നതാണ് വിഷയം. ഈ വിഷയത്തിൽ തങ്ങൾക്കുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അദാനി പോർട്ട് കമ്പനിക്ക് കത്തയക്കുകയും അദാനി കമ്പനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകൂർ അനുവാദത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം നിയമസഭയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. അദാനി ഇത്തരത്തിൽ ഓഹരി കൈമാറ്റ നീക്കം നടത്തുന്നുണ്ട് എന്ന് പിണറായി വിജയൻ നിയമസഭയ്ക്കുള്ളിൽ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ നിമിഷം വരെയും താൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന പ്രതികരണമാണ് വി ഡി സതീശൻ ആദ്യം നൽകിയത്.
പിന്നീട് വി ഡി സതീശൻ പിറ്റേ ദിവസം നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തു. ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് കൃത്യമായ മുന്നറിവുണ്ടായിരുന്നുവെന്നും അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആവിഷ്കരിക്കപ്പെട്ട ഒരു ഡീലായിരുന്നതിനാലാണ് ഇത്തരം ഒരു മുൻകൂർ അറിവ് പിണറായിക്ക് ഉണ്ടായിരുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യമായി വന്നത് ദേശാഭിമാനിയിലാണെന്നും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഭയിൽ വിവരിച്ചു. ദേശാഭിമാനി ഇത്തരം ഒരു നീക്കം അല്ലെങ്കിൽ ഒരു ഓഹരി കൈമാറ്റം പിണറായി വിജയൻ സർക്കാരിൻ്റെ വലിയ നേട്ടമായി അവതരിപ്പിക്കുന്ന രീതിയിലാണ് ആ വാർത്ത കൊടുത്തിരുന്നത്. 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുന്നുവെന്നും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സർക്കാരിനല്ല, നേരെ മറിച്ച് പിണറായി വിജയൻ നേതൃത്വം നൽകിയ സർക്കാരിനാണ് എന്നുള്ള രീതിയിലായിരുന്നു ദേശാഭിമാനി ആ വാർത്തയെ പ്രൊജക്റ്റ് ചെയ്തത്. എന്നാൽ ആ വാർത്തയുടെ ഉള്ളടക്കത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് പിണറായി വിജയൻ ഇതൊരു ആരോപണമായി വി ഡി സതീശൻ നടത്തുന്ന ഡീലായി ഈ വിഷയത്തെ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ദേശാഭിമാനിയിലെ വാർത്ത നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും ഫ്യൂസ് ഈ വിഷയത്തിൽ ഊരിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനിയെ വിഷയത്തിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും പിന്നീട് രംഗത്തെത്തിയത്. ഏതൊക്കെയാണെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഈ വിഷയത്തിലുള്ള ഇവരുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കുവാനായി ദേശാഭിമാനി ലേഖകൻ എത്തിയത് മറ്റൊരു വിശിഷ്ടമായ കണ്ടുപിടുത്തലത്തോടെയാണ്. അതായത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ വാർത്ത അല്ലെങ്കിൽ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വാർത്ത തങ്ങളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ തന്നെ എക്കണോമിക് ടൈംസിലും അതുപോലെ തന്നെ മാതൃഭൂമിയിലും വന്നിരുന്നു എന്നാണ്. എന്നാൽ വാർത്ത, നിങ്ങളുടെ വാർത്ത, അതിൻ്റെ ഉള്ളടക്കം, അത്തരത്തിലുള്ള ഉള്ളടക്കവുമായി ഒരു വാർത്ത ആദ്യമായി വന്നത് ദേശാഭിമാനിയിലാണ് എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇവിടെ നൽകിയത്. അതായത് ദേശാഭിമാനിയുടെ വാർത്തയുടെ ഉള്ളടക്കം, ആ ഉള്ളടക്കം വ്യക്തമാക്കുന്ന CPM-ൻ്റെ ഇരട്ടത്താപ്പ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിലും വിശദമാക്കി ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തത്. അതിന് മുൻപേ തന്നെ ദേശാഭിമാനിക്കാരനോട് അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് ഇത് വീണ്ടും പറയിക്കണമോ എന്ന്. അതായത് ഒരു മാധ്യമപ്രവർത്തകനെ, അയാളുടെ ആത്മാഭിമാനത്തെ, അയാളുടെ അന്തസ്സിനെ പത്രസമ്മേളനത്തിൽ വെച്ച് വ്രണപ്പെടുത്തുവാൻ ഒരിക്കലും വി ഡി സതീശൻ ആഗ്രഹിച്ചില്ല. എന്നാൽ മാധ്യമപ്രവർത്തകൻ ഇത്തരം ഒരു പ്രതികരണം ഇരന്നു വാങ്ങുകയായിരുന്നുവെന്ന് നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുമുണ്ട്. ഒരിക്കൽ കൂടി തൻ്റെ മിന്നും പ്രകടനത്തിലൂടെ CPM-ൻ്റെയും CPM-ന് കുടപിടിക്കുന്ന അവരുടെ സ്പോൺസേഡ് മാധ്യമങ്ങളുടെയും കുത്തിത്തിരിപ്പിനെ നിലംപരിശാക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ്. ഇച്ഛാശക്തിയോടുകൂടി താൻ മുമ്പോട്ട് പോകുമെന്നും തനിക്ക് കൃത്യമായ പദ്ധതിയുണ്ട് എന്നും അത് മുൻ സർക്കാരിൻ്റേതുപോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പദ്ധതികളല്ല എന്നും കേരളത്തിലെ വികസന കുതിപ്പിലേക്ക് നയിക്കുന്ന പദ്ധതികളാണെന്നും വി ഡി സതീശൻ ആവർത്തിച്ച് പറയുമ്പോൾ ജനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ വാക്കുകളെ വിശ്വസിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഈ ശൈലിയും സുതാര്യതയും കൊണ്ട് തന്നെയാണ്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തരത്തിലാണ് ദേശാഭിമാനി മാധ്യമപ്രവർത്തകന്റെ കുത്തിത്തിരിപ്പ് പൊളിച്ചതെന്നും എത്തരത്തിലാണ് വ്യാജ പ്രചരണങ്ങളെ കാറ്റിൽ പറത്തിയതെന്നും പ്രേക്ഷകർക്ക് വിശദമാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.